ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ ആദി. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പിക്സൽ ലാബിൽ മാസ്ക് ടൂൾ എങ്ങനെ ഉപയോഗിക്കാമെന്നാണ്. പേര് പോലെ തന്നെ മാസ്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മുഖംമൂടി എന്നൊക്കെ അർത്ഥം വരും അല്ലേ. അതായത് മുഖംമൂടി ധരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ആ ധരിക്കുന്ന പോർഷൻ ഇപ്പം നമ്മൾ ഫേസിൽ മുഖംമൂടി വെക്കുമ്പോൾ ആ ഫേസാണ് മറയ്ക്കപ്പെടുന്നത്. അതുപോലെ തന്നെ ഡിസൈൻ ചെയ്യുമ്പോൾ പല സോഫ്റ്റ്വെയറിലും ഉള്ളൊരു ടൂളാണ് മാസ്ക് ടൂൾ. അതായത് ചില പോർഷൻസ് നമുക്ക് മറയ്ക്കപ്പെടേണ്ട ആവശ്യം ഉണ്ടാവും. ഇപ്പോൾ വേണ്ടാത്ത ഭാഗങ്ങൾ നമുക്ക് മറച്ചുകൊണ്ട് നല്ല ഡിസൈൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പ്രധാനപ്പെട്ട മാസ്ക് ടൂൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു യൂസ് നമുക്ക് നോക്കാം എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന്. അപ്പോൾ നമുക്ക് കാണാം, ഞാനൊരു സ്ക്വയർ ടൈപ്പ് ക്യാൻവാസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. വൈറ്റ് ആണ് ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ നമുക്കൊരു ഷേപ്പ് വേണം. ഒന്നിൽ ഈ ഒരു പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഷേപ്പ് എടുക്കാം. അതുമല്ലെങ്കിൽ നമുക്കിവിടെ കാണാം മൂന്നാമത്തെ ഓപ്ഷൻ, ടൂൾ ബോക്സിൽ മൂന്നാമത്തെ ഓപ്ഷൻ ആയിട്ടുള്ള സ്റ്റിക്കേഴ്സ്, ഇമ്പോർട്ടഡ് ഡ്രോ ഷേപ്സ് എന്നൊക്കെ പറഞ്ഞ ഒരു ഫീച്ചേഴ്സൊക്കെ ഉള്ളൊരു ഓപ്ഷനാണ്. അതിൽ ഷേപ്പ് എടുക്കാം. അതിൽ ഷേപ്പ് എടുക്കുമ്പോൾ തന്നെ ഓൾറെഡി ഡീഫോൾട്ടായിട്ട് എടുക്കുന്നത് വൈറ്റ് ആയതുകൊണ്ടാണ് അവിടെ കാണാത്തത്. നമുക്കിതിൽ ഷേപ്സ് ആദ്യം സെലക്ട് ചെയ്യാം. എനിക്ക് ഈ ഒരു ഷേപ്പാണ് വേണ്ടത്. ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന ഷേപ്പ് കാണാം. ഏറ്റവും അവസാനത്തെ ഈ ഒരു ഷേപ്പാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. കളർ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഈ ഒരു കളറിലേക്കാണ് ഞാൻ മാറ്റിയിട്ടുള്ളത്. എനിക്ക് ഈ ഷേപ്പ് ഓക്കെ ആണെന്ന് തോന്നി. അപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്ന് വലുതാക്കുന്നുണ്ട് ആ ഷേപ്പ്. നമുക്കിവിടെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു പോർഷനിൽ റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ ആ ഷേപ്പ് സെലക്ട് ചെയ്തതിന് ശേഷം താഴോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് റൊട്ടേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. ഇതിൽ നമുക്ക് ഇവിടെ ഒരു ആങ്കർ പോയിന്റ് ഉണ്ടാവും. ഈ ഒരു ആങ്കർ പോയിന്റിൽ ക്ലിക്ക് ചെയ്ത് റൊട്ടേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ റൊട്ടേറ്റ് ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ തൽക്കാലം ഈ ഒരു ആങ്കർ പോയിന്റ് ക്ലിക്ക് ചെയ്തിട്ടാണ് ഞാൻ റൊട്ടേറ്റ് ചെയ്യുന്നത്. ഞാൻ ഈ ഒരു ലെവലിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ടിക്ക് കൊടുത്തു. ഇനി നമുക്ക് ഇതിലേക്കൊരു ഇമേജ് കൊണ്ടുവരണം. അതായത് ഡിസൈൻസിലൊക്കെ നമുക്ക് കാണാം ഏതെങ്കിലും ഒരു ഷേപ്പിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് ഒരു ഇമേജ്, ഒരു ഗേളുടെയോ ഒരു ബോയുടെ ഒക്കെ ഇമേജസൊക്കെ സെറ്റ് ചെയ്യുന്നത്. അതുപോലെ വേണമെങ്കിൽ നമുക്കിതിൽ സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിതിനെ റീസൈസ് ചെയ്യാണ്, കാരണം ഞാൻ കുറച്ചുകൂടി ചെറുതാക്കുകയാണ് ഇതിനെ. എന്നിട്ട് അതിൻ്റെ ഉള്ളിലാണ് ഇമേജ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ മാസ്ക് ടൂളിൻ്റെ ഉപയോഗം കാണിക്കുക എന്നുള്ളത് മാത്രമാണ് ഈ ഒരു വീഡിയോയുടെ പർപ്പസ്. അതിനുവേണ്ടി നമുക്ക് ഇമേജ് എടുക്കാം. ഒന്നില്ലെങ്കിൽ ഈ പ്ലസ് ഐക്കണിൽ പോയിട്ട് ഫ്രം ഗാലറി എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇതിൽ തന്നെ ഈ മൂന്നാമത്തെ ഓപ്ഷനിൽ ഇമ്പോർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം, അതെടുക്കാം. ഞാൻ ഒരു ഗേളുടെ ഇമേജ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഇമേജ് നമുക്ക് ഏത് സൈസിൽ വേണം ആ സൈസിൽ സെറ്റ് ചെയ്ത് വെക്കാം. നമുക്ക് വേണ്ട സൈസിൽ സെറ്റ് ചെയ്യാം, കാരണം ഡീഫോൾട്ടായിട്ടുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഇതിലുണ്ട്. വേണമെങ്കിൽ ഫ്ലിപ്പ് ചെയ്യണമെങ്കിൽ ഫ്ലിപ്പ് ചെയ്യാം, റൊട്ടേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിലെന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ വരുത്തണമെങ്കിൽ അങ്ങനെ ചേഞ്ച് ചെയ്തതിന് ശേഷം ടിക്ക് കൊടുക്കുക. അപ്പോൾ നമുക്ക് കാണാൻ ഇവിടെ ഇമേജ് വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് നമുക്ക് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഇമേജിൻ്റെ ബോട്ടം പോർഷൻ, അതായത് ആ ഗേളുടെ ആ ഒരു ജീൻസ്, ആ ഒരു പാൻസിൻ്റെ പോർഷൻ നമുക്ക് വേണ്ട, അത് മറയ്ക്കപ്പെടണം, മാസ്ക് ചെയ്യണം എന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് ഇനി മാസ്ക് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താണോ മാസ്ക് ചെയ്യേണ്ടത്, ഇപ്പോൾ ഇമേജ് ആണെങ്കിൽ ഇമേജ് സെലക്ട് ചെയ്യുക. ഇനി ഷേപ്പാണ് മാസ്ക് ചെയ്യണമെങ്കിൽ ഷേപ്പ് സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇമേജിൻ്റെ ഒപ്പാസിറ്റി ആദ്യം കുറയ്ക്കണം. അതിനുവേണ്ടി ഇമേജ് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഒപ്പാസിറ്റി എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക, ഒപ്പാസിറ്റി കുറയ്ക്കുക. എന്തിനാണ് ഒപ്പാസിറ്റി ഞാൻ കുറച്ചത്? കാരണം മാസ്ക് ചെയ്യുമ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിലുള്ള ആ ഒരു ഷേപ്പ്, നമ്മളെടുത്ത ആ ഒരു ഷേപ്പിൻ്റെ ആ ബാക്ക്ഗ്രൗണ്ട് കണ്ടാൽ മാത്രമേ നമുക്ക് ഇമേജ് കറക്റ്റായിട്ട് മാസ്ക് ചെയ്യാൻ പറ്റുള്ളൂ. ആ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഷേപ്പ് കണ്ടാൽ മാത്രമേ. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ഷേപ്പ് കറക്റ്റായിട്ട് കാണാൻ വേണ്ടിയിട്ട് ഇമേജ് ഒപ്പാസിറ്റി കുറച്ചത്. ശേഷം മാസ്ക് ടൂൾ എടുക്കുക. മാസ്ക് ടൂൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും നമ്മൾ മാസ്ക് ചെയ്യേണ്ട എലമെൻറ്റിനെയാണ് സെലക്ട് ചെയ്യേണ്ടത്. ഇമേജ് ആണോ ഷേപ്പ് ആണോ നോക്കുക. ഇമേജ് ആണ് ഇവിടെ മാസ്ക് ചെയ്യേണ്ടത്, സോ ഇമേജ് സെലക്ട് ചെയ്യുക. അതിനുശേഷം താഴോട്ട് വന്നു കഴിഞ്ഞാൽ മാസ്ക് എന്ന് പറഞ്ഞൊരു ടൂൾ കാണാം. ഇതാണ് മാസ്ക് എന്ന് പറഞ്ഞ ടൂള്. ആ മാസ്ക് ടൂള് സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് കാണാം ഇവിടെ ആങ്കർ പോയിന്റുകൾ വന്നിട്ടുണ്ടല്ലേ. ഇവിടെ ഒരുപാട് ആങ്കർ പോയിന്റുകൾ വന്നിട്ടുണ്ട്. ഒരു ആങ്കർ പോയിന്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഹാൻഡിൽസ് കാണാം. ഈ ഹാൻഡിൽസ് വെച്ചിട്ട് നമുക്ക് അതിനെ അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനത്തെ കുറച്ച് ഓപ്ഷൻസ് ഇതിൽ കാണാം. ഇപ്പം ഞാൻ ജസ്റ്റ് മാസ്ക് ഒന്ന് എനബിൾ ചെയ്യാണ് കേട്ടോ. എനബിൾ ചെയ്തപ്പോൾ എന്താ സംഭവിച്ചത്? ആ ഒരു ഇമേജിൻ്റെ ആ ഒരു പോർഷൻ മൊത്തം, മാസ്ക് എനബിൾ ചെയ്ത പോർഷൻ മൊത്തം മറഞ്ഞു പോയി, അല്ലെങ്കിൽ ഇറേസ് ആയി പോയി എന്നും വേണമെങ്കിൽ പറയാം. പക്ഷെ ഇവിടെ ഇറേസിങ് നടക്കുന്നില്ല, ടെമ്പററി അതിനെ മായ്ച്ച് കളയാണ് ചെയ്യുന്നത്. ഓക്കെ, അതെന്താണ് ഇറേസിങ് നടക്കുന്നില്ല എന്ന് പറഞ്ഞതിൻ്റെ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഈ ടൂൾ യൂസ് ചെയ്തിട്ട് ഞാൻ എങ്ങോട്ട് മാറ്റുന്നു അവിടെയൊക്കെ ഇറേസ് ആവും. കണ്ടോ,
ഞാനിപ്പോൾ താഴോട്ട് കൊണ്ടുവരുമ്പോൾ അവിടെയൊക്കെ വീണ്ടും റീസ്റ്റോർ ആവുന്നുണ്ട്. അവിടെ ഇറേസിംഗ് അല്ല നടക്കുന്നത്, മാസ്കിംഗ് ആണ് നടക്കുന്നത്. ഓക്കെ, ഇനി നേരെ മറിച്ച് ഇവിടെ ഇന്നാണ് ഞാൻ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ കാണാം. മാസ്ക് മോഡ് എന്ന് പറയുന്നത് ഇന്നാണ്. അതായത് നമ്മൾ ഈ ആങ്കർ പോയിന്റിൻ്റെ അതിൻ്റെ ഉള്ളിൽ വരുന്ന പോർഷൻ മാത്രമാണ് മാസ്ക് ചെയ്യപ്പെടുന്നത്. ഇനി ഇതിൻ്റെ ഔട്ടർ പോർഷൻ മാർക്ക് ചെയ്യണമെങ്കിൽ ഔട്ട് കൊടുക്കുക. അപ്പോൾ നോക്കിയേ, നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ആങ്കർ പോയിന്റിൻ്റെ ആ ഒരു സർക്കിളിൻ്റെ ഉള്ളിലുള്ള പോർഷൻ മാസ്ക് ആവാതെ അതിൻ്റെ പുറമേ ഉള്ള പോർഷനാണ് മാർക്ക് ആവേണ്ടത്. അപ്പോൾ നമുക്ക് വേണ്ടത് ഇവിടെ ഇന്നെന്ന് പറഞ്ഞ ഓപ്ഷൻ അല്ല, ഔട്ട് എന്ന് പറഞ്ഞ ഓപ്ഷനാണ് നമുക്ക് വേണ്ടത് എന്ന് വിചാരിക്കാം. അപ്പോൾ ഞാനിത് ഔട്ടർ പോർഷൻ, അതായത് ഈഗിളുടെ ജീൻസ് ഉള്ള ആ ഒരു പോർഷനാണ് എനിക്ക് ഇറേസ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്യാം. അതുകൂടാതെ പിന്നെ അടിയിൽ റൊട്ടേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം ആ ഒരു ഷേപ്പിനെ. ഇത്ര ഓപ്ഷൻസാണ് ഇവിടെ താൽക്കാലികമായിട്ട് കാണിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു ഓപ്ഷൻ സെറ്റ് ചെയ്യാം. കറക്റ്റായിട്ട് മാസ്ക് ചെയ്യേണ്ട ആ ഒരു ഓപ്ഷനാണ്. ഞാൻ മാസ്ക് ചെയ്യുകയാണ് കറക്റ്റായിട്ട്. ഇതിനെ സൂം ചെയ്ത് കറക്റ്റായിട്ട് ഈ ഒരു സൂമിൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ സൂം ചെയ്ത് കറക്റ്റായിട്ട് നോക്കാം നമ്മൾ സെറ്റ് ചെയ്തത് ശരിയാണോ എന്ന്. എന്നിട്ട് ആ സൂം ബട്ടൺ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ കറക്റ്റായിട്ട് നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് ആങ്കർ പോയിൻ്റ് വരും, ഹാൻഡിൽസൊക്കെ വരും. ആ ഹാൻഡിൽസൊക്കെ കറക്റ്റായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. ഈ ഹാൻഡിൽ പിടിച്ച് കറക്റ്റായിട്ട് സെറ്റ് ചെയ്യാം. ഓക്കെ, ഏകദേശം നമുക്കൊരു നല്ലൊരു ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ട്. ഞാനത് ടിക്ക് കൊടുക്കുകയാണ്. ഓക്കെ, ഇനി ഇമേജിൻ്റെ പുറത്ത് ടിക്ക് ചെയ്തതിന് ശേഷം ഞാൻ ഔട്ട് ചെയ്യുകയാണ്, സൂം ഔട്ട് ചെയ്യുകയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഒപ്പാസിറ്റി, ഇമേജ് സെലക്ട് ചെയ്തതിന് ശേഷം ഒപ്പാസിറ്റി കൂട്ടാം. നേരത്തെ നമ്മൾ ഒപ്പാസിറ്റി കുറച്ചിരുന്നു, ഒപ്പാസിറ്റി കൂട്ടാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ സെറ്റ് ചെയ്ത് വയ്ക്കാം. ഇപ്പോൾ നമുക്ക് ആ ഗേളുടെ ആ കൈയുടെ പോർഷൻ പോയിട്ടുണ്ട്, കാരണം നമ്മൾ മാസ്ക് ചെയ്തപ്പോൾ വന്ന ഒരു മിസ്റ്റേക്കാണ്. അങ്ങനെ മിസ്റ്റേക്സ് വരികയാണെങ്കിൽ വീണ്ടും മാസ്ക് ടൂൾ എടുക്കുക, എന്നിട്ട് ഈ ഒരു ആങ്കർ പോയിൻ്റ് എടുത്ത് ഇതിങ്ങനെ നീക്കുക. ഓക്കെ, ടിക്ക് കൊടുക്കുക. ഇങ്ങനെയാണ് മാസ്ക് ടൂൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഷേപ്സുകൾ ക്രിയേറ്റ് ചെയ്യാം. ഒരു ഷേപ്പ് എടുത്തിട്ട് അതിൻ്റെ വേണ്ട പോർഷൻസ് മാത്രം സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഷേപ്പുകൾ ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ലെറ്റേഴ്സ് ടൈപ്പ് ചെയ്തിട്ട് ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ ലെറ്റേഴ്സ് മോഡിഫൈ ചെയ്യാം, ഓൾട്ടർ ചെയ്യാം. ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ മാസ്ക് ചെയ്തുകൊണ്ട് നല്ല ഭംഗിയുള്ള ലെറ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെ നിങ്ങളുടെ കഴിവിനനുസരിച്ച് നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ഓൾട്ടർ ചെയ്യാൻ പറ്റുമോ അതുപോലെയൊക്കെ വർക്ക് ചെയ്യാം. ഓക്കെ, ഇനി മാസ്ക് ടൂളിൽ നമുക്ക് എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഈ ആങ്കർ പോയിൻറ്റ്സിൻ്റെ കുറച്ച് ഓപ്ഷൻസ് പരിചയപ്പെടാം. ഇപ്പോൾ നമ്മൾ മാസ്ക് ചെയ്താൽ മനസ്സിലായല്ലോ. ഞാൻ സെലക്ട് ചെയ്യുകയാണ്, ഞാൻ വീണ്ടും മാസ്ക് ടൂൾ എടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ കാണാം അല്ലേ. 1, 2, 3 എന്നൊക്കെ പറഞ്ഞ ഓപ്ഷൻസ് കാണാം. കോപ്പി എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. ഇവിടെ ആക്ഷൻസ് എന്നൊക്കെ കാണാം. ഈ ആക്ഷൻസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ആക്ഷൻസിൻ്റെ രണ്ടാമത്തെ ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ ഒരു പുതിയ ആങ്കർ പോയിന്റ് കൂടി അവിടെ വന്നു. ഇനി ഫസ്റ്റത്തെ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോഴോ ആ ആങ്കർ പോയിന്റ് പോയി, ആ ആങ്കർ പോയിന്റ് ഡിലീറ്റ് ആയിപ്പോയി. അതായത് ആങ്കർ പോയിന്റ് ആഡ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണ് ആദ്യത്തെ 2 ഓപ്ഷൻസ്. പിന്നെ അതുപോലെ തന്നെ പിന്നുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് സ്കെയിൽ ചെയ്യാനുള്ള ഓപ്ഷനാണ്. അതായത് മാസ്ക് ചെയ്യുന്ന ആങ്കർ പോയിന്റ്സ് അല്ലെങ്കിൽ ആ ഒരു പോർഷനെ നമുക്ക് വലുതാക്കി സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. പിന്നെ മൂവ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ബീസിയർ മോഡ് എന്ന് പറഞ്ഞ ഓപ്ഷനിലാണ് ഇപ്പോൾ എടുക്കുന്നത്. നമ്മൾ ഈ പറയുന്ന ഈ ഓപ്ഷൻസൊക്കെ എടുക്കുന്നത്, ഈ ആങ്കർ പോയിന്റ്സ് ഒക്കെ വരുന്നത്. പിന്നെ രണ്ടാമത്തെ ഓപ്ഷൻ മൂവ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഇതിങ്ങനെ മൂവ് ചെയ്യാനുള്ള ഓപ്ഷനാണ് വരുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആങ്കേഴ്സ് ആഡ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ, പിന്നെ റൊട്ടേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പോയിന്റിനെ അല്ലെങ്കിൽ ഈ ഒരു ടൂളിനെ റൊട്ടേറ്റ് ചെയ്യാം. ഇത്ര ഓപ്ഷൻസാണ് ഇവിടെ വരുന്നത്. പിന്നെ നിങ്ങൾക്ക് കോപ്പി ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് ആ മാസ്കിനെ തന്നെ രണ്ടെണ്ണമായിട്ട് കോപ്പി ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ കുറച്ചുകൂടി ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള എന്തെങ്കിലും വർക്കൊക്കെ ചെയ്യുമ്പോൾ ഇതേപോലെ കോപ്പി ചെയ്തിട്ട് നമുക്ക് ഒന്നിലധികം മാസ്ക് ടൂൾസ് നമുക്ക് ഒരൊറ്റ ഇമേജിൽ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഞാൻ അൺഡു ചെയ്യാണ്. അപ്പോൾ മാസ്ക് ടൂളിൻ്റെ ഉപയോഗം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വെയിറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.